നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തികൊണ്ട് മരുമകനെ വധിക്കാൻ ശ്രമിച്ച UK മലയാളിക്ക് 8 വർഷം ജയിൽ ശിക്ഷ. 71കാരനായ ചാക്കോ ഇബ്രാഹിമിന്റെ വാർത്തകൾ മലയാളി അറിയുന്നത് BBC റിപ്പോർട്ട് ചെയ്യുമ്പോൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചെംസ്ഫോർഡ് ക്രൗൺ കോടതി ഇദ്ദേഹത്തെ 8 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നത്. 2023 മെയ് 6 സംഭവം നടക്കുന്നത്. 3 വയസ്സുള്ള കുഞ്ഞുമായി അത്താഴം കഴിക്കാനിരിക്കുമ്പോഴാണ് മരുമകനെ ചാക്കോ ഇബ്രാഹിം പിന്നിലൂടെ ആക്രമിച്ചത്. ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന വലിയ കത്തിയാണ് ഇയാൾ മരുമകനെ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. തലയ്ക്ക് പിന്നിൽ വെടിയേറ്റ മരുമകൻ പിടഞ്ഞെഴുന്നേറ്റ് ചോരയൊലിപ്പിച്ച് വീടിന് പുറത്തേക്ക് ഓടി അയൽവാസികളുടെ സഹായം തേടുകയായിരുന്നു. അയൽവാസികൾ എത്തുമ്പോൾ വീടിനകത്ത് ചാക്കോ ഇബ്രാഹിം മൂന്നാമതൊരു കത്തിയുമായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പോലീസ് എത്താൻ വൈകിയപ്പോഴേക്കും ചാക്കോയുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർ കത്തികൾ പിടിച്ചു വാങ്ങി. ശരീരത്തിൽ നിന്നും 1/2 ലിറ്ററോളം രക്തം വാർന്നുപോയ മരുമകനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാണ് ജീവൻ രക്ഷിച്ചത്. തലയോട് പൊട്ടിയ നിലയിലാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3 വയസ്സുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പിതാവിനെ വെട്ടുക എന്നത് അതിക്രൂരതയാണെന്ന് കോടതി വിലയിരുത്തി. കവൻട്രിയിൽ വളർത്തുനായയുടെ ആക്രമണത്തിൽ 30കാരി കൊല്ലപ്പെട്ടു. ഈ വർഷം ഇംഗ്ലണ്ടിലും വെയിൽസിലും നടന്ന 4ാമത്തെ മാരകമായ നായ ആക്രമണമാണ് ഇത്. എമർജൻസി കോളുകൾക്ക് ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:15 നഗരത്തിലെ വെക്സ്ഫോർഡ് റോഡിലെ വീട്ടിൽ തങ്ങൾ എത്തിയതായി വെസ്റ്റ് മിഡ്ലാൻഡ് പോലീസ് അറിയിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് ആംബുലൻസ് സർവീസ് യുവതിയെ ചികിത്സിച്ചെങ്കിലും അല്പസമയത്തിനു ശേഷം മരണപ്പെട്ടു. നായയെ പിടികൂടിയിട്ടുണ്ട്, എന്നാൽ ഇനം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇത് നിരോധിത ഇനമാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. യുവതിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു. പ്രാദേശിക അയൽപ്പക്ക പോലീസിംഗ് ഏരിയയിൽ നിന്ന് ചീഫ് ഇൻസ്പെക്ടർ ഡേവിഡ് ആമോസ് പറഞ്ഞു. UK-യിൽ മലയാളി യുവാവ് അന്തരിച്ചു. വിട പറഞ്ഞത് കോതമംഗലം സ്വദേശി ഹനൂജ്. UK-യിലെ കോൺവെൽ കൗണ്ടിയിലുള്ള ബ്യൂഡ് പ്രദേശത്ത് താമസിക്കുന്ന മലയാളി യുവാവ് അന്തരിച്ചു. കോതമംഗലം സ്വദേശിയായ ഹനൂജാണ് മരിച്ചത്. ഭാര്യ ദിവ്യ. ഇവർക്ക് 2 മക്കളാണുള്ളത്, അയാൻ, ആരോൺ. ഉറക്കമുണരാത്തതിനെ തുടർന്ന് ഭാര്യ വിളിച്ചപ്പോൾ ഹനൂജ് ചലനമറ്റ നിലയിലായിരുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ വൈദ്യസഹായം തേടിയെങ്കിലും മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം പ്ലൈമൂത്ത് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കേരള വിസയിലാണ് ഹനൂജ് UK-യിലെത്തിയത്. ഇവിടെ എത്തിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഭാര്യയും ഇവിടെ തന്നെയുണ്ട്. വിദൂര ഗ്രാമമായ ബ്യൂഡിലാണ് ഇവർ താമസിക്കുന്നത്. പ്രമോഷൻ കിട്ടണമെങ്കിൽ ലൈംഗികമായി വഴങ്ങേണ്ടി വരുന്നുവെന്ന് ജൂനിയർ പാരാമെഡിക്കുകൾ. ആംബുലൻസിൽ വെച്ചാണ് പീഡനമെന്നും വെളിപ്പെടുത്തൽ. ട്രെയിനിംഗ് പാസ്സാകുന്നതിന് മുമ്പ് പ്രമോഷൻ ലഭിക്കാനും ജോലി നഷ്ടപ്പെടാതിരിക്കാനും ലൈംഗിക സേവനങ്ങൾ ചോദിച്ച് വേട്ടയാടപ്പെടുകയാണ് എന്ന് NHS-ലെ വനിതാ ജീവനക്കാരുടെയും ജൂനിയർ പാരാമെഡിക്കുകളുടെയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ആംബുലൻസിൽ വെച്ച് ലൈംഗികമായി ആക്രമിക്കപ്പെട്ട ഒരു മുൻ പാരാമെഡിക് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം പോലും മുൻപ് പുറത്തു വന്നിരുന്നു. ആംബുലൻസ് സർവീസിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ആത്മവിശ്വാസമില്ലെന്ന് NHS നാഷണൽ ഗാർഡിയൻ ഡോക്ടർ ചിറ്റ്കെ ക്ലാർക്ക് പറഞ്ഞു. ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് തമാശയല്ല, ഗുരുതരമായി കണക്കാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. 3 വനിതാ പാരാമെഡിക്കുകളാണ് സ്കൈ ന്യൂസിനോട് തങ്ങൾ നേരിടുന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയത്. ഇവർ സ്വന്തം അനുഭവത്തിൽ നിന്ന് വിവരിക്കുന്നു. ഇതെല്ലാം വെറും തമാശയായി അവഗണിക്കപ്പെടുമ്പോൾ അധികാരത്തിന്റെ ചൂഷണമാണ് സത്യത്തിൽ അരങ്ങേറുന്നതെന്ന് ഈ വനിതാ പാരാമെഡിക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. UK പാർലമെന്റിൽ വിപ്പ് ലംഘിച്ച 7 ലേബർ MPമാർക്ക് സസ്പെൻഷൻ. SNPയുടെ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത 7 ലേബർ MPമാർക്ക് സസ്പെൻഷൻ. 2 കുട്ടികളിലധികമുള്ളവർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും നൽകരുതെന്ന നയം മാറ്റണമെന്ന പ്രമേയത്തെ അനുകൂലിച്ചവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇവരെ 6 മാസത്തേക്കാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രമേയത്തെ തോൽപ്പിച്ചുകൊണ്ട് ലേബർ പാർട്ടി പാർലമെന്റിലെ ആദ്യ വിജയം രേഖപ്പെടുത്തി. എങ്കിലും 7 MPമാർ SNPയോട് ചേർന്ന പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ലേബർ പാർട്ടിക്ക് ഏറെ ക്ഷീണം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി UK വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ. UK-യിലെ കെയർ സ്റ്റാമർ സർക്കാരിന് കീഴിൽ പുതുതായി അധികാരമേറ്റ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി സംഘം സ്വീകരിച്ചു. അധികാരമേറ്റതിന് ശേഷം ഉള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇന്ത്യയിലെത്തിയതായും അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകിയതായും വിദേശകാര്യ വക്താവ്
ജയ്സ്വാൾ എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെത്തിയ ലാമി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ചർച്ച നടത്തും. യുകെയുടെ വികസനത്തിൽ ബ്രിട്ടനിലെ ഇന്ത്യക്കാർ നൽകുന്ന സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. വിദേശകാര്യ സെക്രട്ടറിയായി കഴിഞ്ഞ ജൂലൈ 6 ചുമതലയേറ്റ ഡേവിഡ് ലാമിയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സംഭാഷണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ജൂൺ 30 യുകെയിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിൽ സംസാരിച്ച ലാമി ഇന്ത്യ 1.4 ബില്യൺ ആളുകളുടെ ഒരു മഹാശക്തിയാണെന്നും 2030 ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രശംസിച്ചിരുന്നു. സാമ്പത്തിക, ആഭ്യന്തര, ആഗോള സുരക്ഷ എന്നിവയിൽ ഊന്നൽ നൽകി ഇന്ത്യയുമായി ഒരു പുതിയ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും ലാമി പറഞ്ഞിരുന്നു. പാസ്പോർട്ടുകളിലൊന്നിൽ ചായക്കറ വീണതിനാൽ വിമാനയാത്ര തടഞ്ഞ് റയാൻ എയർ ജീവനക്കാർ തങ്ങളെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്താക്കിയതായി UK ദമ്പതികൾ അറിയിച്ചു. ന്യൂയോർക്ക് പോസ്റ്റ് അനുസരിച്ച് റോറി അലനും നീന വിൽക്കിൻസും സ്പെയിനിലെ കോസ്റ്റബ്രാവയിൽ ഒരാഴ്ചത്തേക്ക് പോകുകയായിരുന്നു. പാസ്പോർട്ടിന്റെ ഡീകളറൈസേഷൻ കാരണം ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് തങ്ങളെ തിരിച്ചയച്ചതായി അവർ പറഞ്ഞു. ഇത് പാസ്പോർട്ടിലെ കറ മാത്രമാണ്. ജൂലൈ 7 നടന്ന ലജ്ജാകരമായ സംഭവത്തെക്കുറിച്ച് അലൻ പറഞ്ഞു. ഈസ്റ്റ് മിഡ്ലാൻഡ് എയർപോർട്ടിൽ എത്തിയ ശേഷം ദമ്പതികൾ റയാൻ എയർ ചെക്ക് ഇൻ ഡെസ്കിൽ തങ്ങളുടെ പാസ്പോർട്ട് കാണിക്കുകയും പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തതിനാൽ നേരെ സുരക്ഷയിലേക്ക് നീങ്ങിയതായി ദമ്പതികൾ വെളിപ്പെടുത്തി. അവർ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോയപ്പോഴാണ് പ്രശ്നം ഉണ്ടായതെന്ന് പോസ്റ്റിൽ പറയുന്നു. ഒരു റയാൻ എയർ മാനേജർ മിസ് വിൽക്കിൻസിന്റെ യാത്രാരേഖ പരിശോധിച്ചതായും ചായയുടെ കറ കാരണം അവരെ വിമാനത്തിൽ കയറ്റില്ലെന്ന് പ്രഖ്യാപിച്ചതായും അലൻ അവകാശപ്പെട്ടു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.